ഹായ് നമസ്കാരം. എൻ്റെ പേര് സബീന. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമുക്കൊരു ശക്തമായ മനസ്സുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 5 ടിപ്സാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിത വിജയത്തിന് അത് മാത്രമല്ല നമുക്ക് പ്രശ്നങ്ങൾ നേരിടാനായിരുന്നാലും അതുപോലെ എവിടെയും നല്ല കോൺഫിഡൻസോടു കൂടി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ല ശക്തമായിട്ടുള്ള മനസ്സുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന 5 ടിപ്സാണ് നമുക്ക് നോക്കുന്നത്. ഞാൻ ഇതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് വരെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ദുഃഖിച്ചിരുന്ന ഒരു ആളായിരുന്നു. എന്നെ ഞാൻ മാറ്റിയെടുത്തിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെയാണ് നമ്മൾ പറയപ്പെടുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് ആരോടും ദേഷ്യവും വിരോധവും വിദ്വേഷമൊന്നും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാനും പറ്റില്ല. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യവും വിദ്വേഷവും അസൂയ കുശുമ്പൊക്കെ നമ്മൾ കുറേശ്ശെ എടുത്ത് മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആവുകയും ചെയ്യുള്ളൂ. നമ്മൾ കൂടുതൽ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യുള്ളൂ. അതിന് മെയിനായിട്ട് നമ്മളെ താഴ്ത്തിക്കെട്ടുന്നവരും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരും നമ്മളെ ഒന്നും അല്ലാതാക്കുന്നവരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ പേര് കാണും. അവരോടുള്ള ദേഷ്യവും വിരോധവും വിദ്വേഷവും ഒക്കെ കൊണ്ട് നടന്നാൽ നമ്മൾ ഒരു കാലത്തും എവിടെയും എത്താൻ പോകുന്നില്ല. അതുമാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതിന് വേണ്ടി എന്ത് ചെയ്യണം, അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് പുറത്ത് കൊടുക്കുക, ഫോർഗീവ്നെസ് ചെയ്യുക. ഫോർഗീവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വിരോധമുള്ള ഒരാളുടെ അടുത്തൊക്കെ ഫോർഗീവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി പാടാണ്. നമ്മൾ കുറച്ച് ക്ഷമയായിട്ടും പാടുവിട്ടായിട്ടായിരുന്നാലും നമ്മൾക്ക് അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കുക. വേറൊന്നിന് വേണ്ടിയിട്ടില്ല, നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് പുറത്തു കൊടുക്കാം. പുറത്തു കൊടുക്കുക മീൻസ് ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കാം, ക്ഷമിച്ചു കൊടുക്കാം. ഇത് നമ്മളോട് തന്നെ പറഞ്ഞാൽ എനിക്ക് അവരോട് ദേഷ്യവും വിരോധവും വിദ്വേഷവും ഒന്നുമില്ല, ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ച് നമ്മളെ മനസ്സിനോട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. ഇങ്ങനെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം നേടിയെടുക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ പ്രാക്ടീസിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നമുക്ക് നമ്മളിൽ മാറ്റം വരണം. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണം, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ സ്കില്ലുകളൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെട്ടാലേ പറ്റുള്ളൂ. പിന്നെ ആരോടെങ്കിലും ഉള്ള ദേഷ്യം കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരിടത്തും എത്താനും പോകുന്നില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വിരോധമുള്ളവരോടും അതുപോലെ നമ്മളോട് ഓരോരുത്തരായിരുന്നാലും നമ്മൾ പുറത്തു കൊടുക്കുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോർഗീവ്നെസ്. ശക്തമായ ഒരു മനസ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തതായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് സെൽഫ് ലവ്. നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് വെക്കണം. അത് അത്യാവശ്യമാണ്. നമ്മളെ സ്നേഹിച്ച് നമ്മളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് രണ്ടാമത് വേണ്ട ഒന്നാണ് സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സെൽഫ് ലവ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്കില്ലുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സമയം ചിലവഴിക്കുക. നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാതെ നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയം ചിലവഴിക്കുക. അതുപോലെ ഒന്നാണ് നമുക്ക് എക്സ്ക്യൂസുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനൊന്നും വേറെ ആരും വരത്തില്ല. നമ്മൾ തന്നെ ഏറ്റെടുക്കുക, അത് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോകുക. പരിവട്ടങ്ങളൊക്കെ വരും, അതിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. അതിന് പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ വരും. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണും. ആ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ശക്തമായ ഒരു മനസ്സിൻ്റെ ഉടമയാവാൻ പറ്റും. ഇനി കുറച്ച് സമയമൊക്കെ നമുക്ക് ഒറ്റയ്ക്കിരിക്കാനും സമയം കണ്ടെത്തണം. നമ്മുടെ ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ചും നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചും നമ്മുടെ ഒറ്റയ്ക്കും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമുക്ക് നമ്മളിലേക്ക് നോക്കാനൊക്കെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെയും കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ടും ചിലവാക്കാം. പിന്നെ
പല പല ടെക്നിക്കിലൂടെയും പ്രാക്ടീസിലൂടെയൊക്കെ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ തന്നെ നിർത്തുക. ഇങ്ങനെ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾ ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടും കണ്ടും നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്ന് നല്ല ശക്തമായ മനസ്സിനുടമയായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.